ലോണ്ടറി എന്ന് പറഞ്ഞൊരു ബിസിനസ്, അതിന് ആ ലോണ്ടറിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഉടമസ്ഥൻ അതിലേക്ക് ഇറങ്ങണമെങ്കിൽ ഈസി ആയിട്ട് ആ ലോണ്ടറി സക്സസ് ആക്കാം. പക്ഷെ ഉടമസ്ഥന് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. അങ്ങോട്ട് നമ്മൾ കുറച്ച് ലോൺ കിട്ടി, ലോൺ വെച്ച് നമ്മൾ തുടങ്ങി, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ധാരണയില്ല, ഓരോന്ന് നമ്മൾക്ക് കിട്ടിയ അഭിപ്രായത്തിൽ നമ്മൾ തുടങ്ങി, കുറച്ച് കഴിയുമ്പോൾ ലോണ്ടറിയുടെ ഫെയിലറാണ്, പതനമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഉടമസ്ഥരായ നിങ്ങൾ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വെറുതെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി പോലും, പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി തന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് വെറുതെ ഒന്നും ചിരിച്ചൊന്നും കാണിച്ചൊന്നും നടക്കൂല. അയാൾക്ക് പൈസ കൊടുക്കണം. ചാർട്ടേഡ് അക്കൗണ്ടിന് പ്രൊജക്ടിന്റെ സൈസിനനുസരിച്ചാണ് പൈസ വാങ്ങിക്കുന്നത്. 5 ലക്ഷം രൂപയുടെ പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുന്ന ആളല്ല 50ന്റെ പൈസ വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോൺ എടുത്തു തരുന്ന ഏജൻസി മുതൽ എല്ലാവരും അവര് നിങ്ങളുടെ പ്രൊജക്ടിന്റെ സൈസിനനുസരിച്ചാണ് പൈസ വാങ്ങിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രൊജക്ടിന്റെ സൈസേ കറക്റ്റ് അല്ലെങ്കിൽ ആദ്യം പോലെ തന്നെ നിങ്ങളുടെ പൈസ കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങുക. അപ്പോ നിങ്ങൾക്ക് 50,000 രൂപയ്ക്ക് നിൽക്കേണ്ട ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ 5 ലക്ഷം രൂപയ്ക്ക് നിൽക്കേണ്ട പ്രൊജക്ട് നിങ്ങൾ 50 ലക്ഷം രൂപയ്ക്ക് പേപ്പറെ കാണിച്ചാൽ തന്നെ ആദ്യത്തെ ആളുകൾ മുതൽ നിങ്ങളുടെ പൈസ പോവുക. ദാറ്റ് മീൻ ഇഗ്നറൻസ്, അറിവില്ലായ്മയ്ക്ക് നിങ്ങൾ പൈസ കൊണ്ട് കൊടുത്തോണ്ടിരിക്കുക, അതും അധ്വാനിച്ച പൈസ. മനസ്സിലായോ? അപ്പൊ എന്റെ തൊഴില് നിങ്ങൾക്ക് ലോണ്ടറി പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ആദ്യമേ ഒരു ഓവർവ്യൂ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കാശ് കളഞ്ഞിട്ട് തുടങ്ങണോ വേണ്ടിയോ എന്നുള്ളവരെ ഞാൻ പറഞ്ഞുതരും. തുടങ്ങിയിട്ട് കാശ് പോകുന്നതും തുടങ്ങുന്നതിന് മുമ്പ് ഇൻഫർമേഷൻ എടുത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി കാശ് പോകുന്നതും തമ്മിൽ രണ്ടാണ്. അതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാളോട് പോകുമോ ഇല്ലയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അയാൾ പോയത് ശീലിച്ച ആളായിരിക്കണം ഒന്ന്, അല്ലെങ്കിൽ ആ ഫീൽഡിൽ ഒന്നില്ലെങ്കിൽ അതിന് മാത്രം എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം 2. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് തന്നെയാണ് ഞങ്ങളുടെ കസ്റ്റമറിന് കൊടുക്കുന്ന ഇൻസൈറ്റ്സ്. ഇതെല്ലാം കേട്ടിട്ട് ഇനി സാറാണ് തീരുമാനിക്കേണ്ടത് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോണോ വേണ്ടയോ. പോണുണ്ടെന്നെങ്കിൽ തന്നെ ഈ പുള്ളിക്കാരനെ വിളിക്കണോ, ഇല്ലെങ്കിൽ ഇയാളെക്കാളും വലിയ വേറെ ഒരുത്തനെ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നോക്കേണ്ട സാറാണ്. ഏ